ഇന്ത്യ കൈയൊഴിഞ്ഞു. ജീവിതം വഴിമുട്ടി പ്രവാസി നമ്പി രാജേഷിന്റെ ഭാര്യയും പിഞ്ചുമക്കളും. എയർ ഇന്ത്യ തന്നെയാണ് ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് നമ്പി രാജേഷിന്റെ ഭാര്യ അമൃത പ്രതികരിച്ചു. എയർ ഇന്ത്യയുടെ നടപടിയെ നിയമപരമായി നേരിടും. പ്രവാസിയായ നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകില്ലെന്ന് എയർ ഇന്ത്യ വൈകിട്ട് കുടുംബത്തെ അറിയിച്ചിരുന്നു. മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ അല്ലെന്നായിരുന്നു വിശദീകരണം. മെയ് 8-9 തീയതികളിലായിരുന്നു എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂകൾ പ്രതീക്ഷിത സമരം, സിക്ക് ലീവ് റിപ്പോർട്ടുകൾ സമരം നടത്തിയത്. നമുക്കറിയാം, വലിയ ബുദ്ധിമുട്ട് നിരവധി ആളുകൾക്ക്, യാത്രക്കാർക്ക്, അത് വിദ്യാർത്ഥികൾക്കും ജോലിയുള്ളവർക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമുണ്ടായത് ഇവിടെ ഈ കരമനയിലുള്ള അമൃതയ്ക്കും കുട്ടികൾക്കുമാണ്. അമൃതയുടെ ഭർത്താവ് രാജേഷ് ഈ സമയത്ത് ഹൃദയ സംബന്ധമായ അസുഖമാണ്, ചികിത്സയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കുകയും അമൃത അവിടെ പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സമരം കാണാൻ അവർക്ക് പോകാൻ കഴിയില്ല. എന്താണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു മറുപടി വന്നിരിക്കുന്നത്? അപ്പം അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്കിതൊന്നും ചെയ്യാനില്ല, ഞങ്ങളെ ഉത്തരവാദികളല്ല, ഞങ്ങൾക്ക് വേറെ ഒന്നും കോമ്പൻസേഷനൊന്നും തരാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. 8-ാം തീയതി ടിക്കറ്റും അവർ 9-ാം തീയതി മാറ്റി തന്നു. 9-ാം തീയതി അവർ വേറെ ഞങ്ങൾക്ക് എയർലൈനിൽ സീറ്റ് നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല, സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഈ റീഫണ്ട് 30 days ആണ് പറയുന്നത്. ടിക്കറ്റ് തുക മാത്രം. ടിക്കറ്റ് തുക, പക്ഷെ അത് ഫുള്ളും തന്നില്ല. അതിന് 300 ചില്ലറ രൂപ കുറച്ചിട്ടാണ് തന്നത്. അതും 30 days ടൈം ഉണ്ട്. പിന്നെ നിങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. അങ്ങനെ അവരെ ഭാഗം ന്യായീകരിച്ചാണ് പറയുന്നത്. അപ്പോൾ നഷ്ടമായത് എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമാണ്. ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ ഏക ഒരു വരുമാനം എൻ്റെ ഭർത്താവായിരുന്നു ഞങ്ങൾക്ക് ആശ്രയമല്ല. ഞങ്ങൾ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, വാടക വീടാണ്. ഞാൻ പഠിക്കുകയാണ്, എനിക്ക് വേറെ വരുമാനമില്ല. എൻ്റെ മക്കൾ കുഞ്ഞു മക്കൾ എന്താണെന്നോലും അറിവായിട്ടില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ അടുത്ത ദിവസത്തെ ചെലവിന് പോലും കാശില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നോലും അറിയത്തില്ല. വേറെ ഒരു മാർഗ്ഗവും ഇല്ലാതെ മുന്നേ ആകെ ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. എന്നാലും ഭർത്താവ് വരത്തില്ല, എന്നാലും എന്തെങ്കിലും ഒരു തുക കിട്ടിയിരുന്നെങ്കിൽ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പം ആ പ്രതീക്ഷയില്ല. കുട്ടികൾ സത്യം പറഞ്ഞാൽ സ്കൂൾ പോലും ഫീസ് അടച്ചില്ല ഇതുവരെ. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ സത്യം ഞെട്ടിപ്പോയി. അവർ പെട്ടെന്ന് ഒരു കൈ ഒഴിഞ്ഞു, ഒരു മനുഷ്യത്വം പോലും ഇല്ല, അതൊരു ജീവൻ ഇവർക്ക് വിലയില്ല. ആ രീതിയിലാണ് അവർ കൈവിട്ടത്. ഞാൻ പറയാം, എന്തായാലും എയർ ഇന്ത്യയാണ് ഇതിന് കാരണം. എയർ ഇന്ത്യ കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചത്. ഞാൻ അവിടെ കറക്റ്റ് സമയത്ത് പോയിരുന്നു. എൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എത്താൻ പറ്റില്ലെങ്കിൽ ഇന്നേരം മരിക്കത്തില്ലായിരുന്നു. പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു എയർ ഇന്ത്യ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് തന്നെ നിരവധി, ഒരുപക്ഷെ മലയാളികൾ ഒന്നടങ്കം വിഷമിച്ച ഒരു സംഭവമായിരുന്നു ഈ അമൃതയുടെ അവസ്ഥ. അപ്പോൾ എയർ ഇന്ത്യയിൽ നിന്ന് സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു തരത്തിലും അവരുടെ വീഴ്ചയല്ല, അപ്രതീക്ഷിതമായി ഉണ്ടായ കാരണങ്ങൾ, ജീവനക്കാരുടെ സമരം തങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് എയർ ഇന്ത്യ ചെയ്തത്. തന്നെയാണ് അമൃത ചോദിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന്. മുന്നോട്ടുള്ള 5 വയസ്സും 3 വയസ്സുമുള്ള 2 കൊച്ചുകുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ ജീവിതം പോലും എന്ത് ചെയ്യുന്നറിയാത്ത, അവരുടെ പഠനകാര്യത്തിന് പോലും എന്ത് ചെയ്യുന്നറിയാത്തൊരവസ്ഥയിലുണ്ട് ഈ കുടുംബം. ആരാണ് ഇവരെ സഹായിക്കുക എന്നൊക്കെ കണ്ടറിയണം. ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും അവർ പരാതി നൽകിയിട്ടുണ്ട്. സഹായം ലഭിക്കുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യയാണ് പ്രധാനമായും നഷ്ടപരിഹാരം നൽകേണ്ടത്. പക്ഷെ അവർ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നതിന് മറ്റു വഴികൾ തന്നെയാണ്, മറ്റു പ്രതീക്ഷകൾ തന്നെയാണ് അവർക്ക് ബാക്കിയുള്ളത്.